വിമർശിക്കുന്നത് കാമുകിയെയാണെങ്കിലും അവരുടെയൊക്കെ ലക്ഷ്യം കാഷ് പട്ടേൽ തന്നെ. 44-45 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, ഒരു ഇന്ത്യക്കാരൻ FBI ഡയറക്ടർ സ്ഥാനത്ത് ഇരിക്കുക എന്ന് പറയുന്നത് ഈ വർഗീയക്കാർക്ക് അത്ര സുഖമുള്ള ഒരു കാര്യമായിട്ട് അനുഭവപ്പെടുന്നില്ല എന്ന് നമുക്കറിയാം. പ്രധാനപ്പെട്ട കാരണം ഈ 40 വർഷത്തോളം എഡ്ഗാർ ഹൂവർ എന്നൊക്കെ പറഞ്ഞുള്ള വമ്പന്മാരിരുന്ന കസേരയാണ്. ആ കസേരയിൽ കയറിയാണ് ഈ കാര്യമായ പരിചയമൊന്നുമില്ലാത്ത കാഷ് പട്ടേൽ കയറിയിരിക്കുന്നത്. അപ്പം അമേരിക്കയിലെ തന്നെ ഏറ്റവും വലിയ ഒരു അധികാര സ്ഥാനത്ത് ഇരിക്കുന്നു. അപ്പം പിന്നെ വർഗീയക്കാരും വംശീയവാദികളും ഒക്കെ അത് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. പക്ഷേ അദ്ദേഹത്തിനെതിരെ നേരിട്ട് പോരാടാനായിട്ട് പലർക്കും താല്പര്യമില്ല. പ്രധാന കാരണം അദ്ദേഹത്തിന് ട്രംപിൻ്റെ പിന്തുണ ഇപ്പോഴുമുണ്ട്. ട്രംപ് അദ്ദേഹത്തെ കാഷ് പട്ടേലിനെ വളരെ കാര്യമായിട്ട് ആണ് കാണുന്നത്. ട്രംപ്, അതുപോലെ തന്നെ ട്രംപിൻ്റെ മറ്റൊരു അനുയായിയായ സ്റ്റീഫൻ മില്ലർ, വൈറ്റ് ഹൗസിലെ ഡെപ്യൂട്ടി ചീഫ് ഓഫ് സ്റ്റാഫ്, ഇവരൊക്കെ ഉയർന്ന നിലയിൽ കാഷ് പട്ടേലിനെ കാണുന്നു. എന്ന് മാത്രമല്ല, പെട്ടെന്ന് കാഷ് പട്ടേലിനെ നീക്കം ചെയ്യാനും പറ്റില്ല, എത്ര വിമർശനം വന്നാലും. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ പോക്ക്. അപ്പോൾ അതിന് പകരം അദ്ദേഹത്തിൻ്റെ കാമുകി, അവർ ഈ അലക്സിസ് വിൽക്കിൻസ് എന്ന് പറഞ്ഞ് ഒരു യുവതി, ടെന്നസിയിൽ നാഷ്വില്ലിലോ മറ്റാണ് അവർ താമസിക്കുന്നത്. അവർ പിന്നെ പാട്ടെഴുത്തുകാരിയാണ്, പിന്നെ പോഡ്കാസ്റ്ററാണ്, പിന്നെ രാഷ്ട്രീയ നിരീക്ഷണങ്ങളും രാഷ്ട്രീയ അഭിപ്രായങ്ങളും ഒക്കെ എഴുതുന്ന വ്യക്തിയാണ്. അങ്ങനെ 27 വയസ്സേ ഉള്ളൂ എന്ന് മാത്രം. അതാണൊരു കുഴപ്പം. ഇവർ തമ്മിൽ പ്രായവ്യത്യാസം ഒരു 19 വയസ്സിൻ്റെ പ്രായവ്യത്യാസമുണ്ട്. 2 വർഷം മുമ്പാണ് ഇവർ കണ്ടുമുട്ടിയത്. ഏതോ ഒരു ടൂറിൽ വെച്ച്, ഏതോ ഒരു ബസ് ടൂറിലോ മറ്റോ വെച്ച് കണ്ടുമുട്ടി. പിന്നീട് സൗഹൃദത്തിലായി, അത് പ്രേമമായിട്ട് വളർന്നു. അപ്പോൾ കാഷ് പട്ടേൽ FBI ഡയറക്ടറാകുമ്പോൾ ഇവരാണ് അദ്ദേഹത്തിന് ഇവർ പിടിച്ചുകൊണ്ട് നിന്ന പുസ്തകത്തിലാണ്. ഏത് പുസ്തകം? തീർച്ചയായിട്ടും കാഷ് പട്ടേൽ ഹിന്ദുവാണ്. അപ്പം ഭഗവത്ഗീത ആയിരിക്കുമെന്ന് ഞാൻ ഊഹിക്കുന്നു. അതിൽ കൈവച്ചാണ് പട്ടേൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ പ്രശ്നം വന്നിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഇത്രയും പ്രായവ്യത്യാസവുമുള്ള ഒരു വെള്ളക്കാരി യുവതി ഈ കാഷ് പട്ടേലിന്, ഒരു ഇന്ത്യക്കാരനെ എന്തിനാണ് പ്രേമിക്കുന്നത്? ഇത്രയും കാഷ് പട്ടേലാണെങ്കിൽ ഈ പറയുന്ന ഈ സൗന്ദര്യത്തിൽ പൊക്കം കുറവാണ്, നിറം കുറവാണ്, ഈ പറയുന്ന ഗ്ലാമറൊന്നുമില്ല. അങ്ങനെ ഒരാളെ എന്തിനാണ് പ്രേമിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അത് വിമർശകർ പറയുന്നത് ഇവർ ഒരു ഹണി പോട്ട് ആണെന്നാണ്. ഹണി പോട്ട് എന്ന് പറഞ്ഞാൽ തേൻകുടം. ആഹാ, നല്ലൊരു പേര്. അതായത് ഇസ്രായേലിന് വേണ്ടി പണിയെടുക്കുന്ന ഒരു തേൻകുടമാണ് ഇവർ. ഇങ്ങനെ കാര്യപ്പെട്ട പൊസിഷനിലൊക്കെ എത്തുന്ന ആളുകളെ മുൻകൂട്ടി തന്നെ ഇസ്രായേൽ അവരുടെ ആളുകളെ കൊണ്ട് വലവേശി പിടിച്ചിരിക്കും. എന്നിട്ടാണ് അവർ വേണ്ട സമയത്ത് അത് ഉപയോഗിക്കും. അങ്ങനെ ഒരാളാണ് ഇവർ എന്നാണ് വിമർശകർ പറയുന്നത്. അപ്പോൾ ഇവർ പറയുന്നത് ഇവർ യഹൂദ വംശജയല്ല, ഇവർ ഇസ്രയേലിയുമല്ല, മൊസാദുമായിട്ടും ഇസ്രയേലുമായിട്ട് ഇവർക്കൊരു ബന്ധവുമില്ല, ഇവർ ക്രിസ്ത്യാനിയുമാണ്. അപ്പോൾ തനിക്കെതിരെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയാണ്. അത് പറഞ്ഞുകൊണ്ട് അവർ 3 പേർക്കെതിരെ 5 മില്യൺ വീതമുള്ള കേസ് കൊടുത്തു. അതിൽ ഏറ്റവും തമാശയുള്ള കാര്യം, ഈ കേസ് കൊടുത്തതിന് ശേഷം ഇങ്ങനെയുള്ള മാനനഷ്ട കേസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ കേസ് വരുന്ന ആളുകൾ പിന്നെ മിണ്ടുകയില്ല. കാരണം കേസിനെ കൂടുതൽ ദോഷമായിട്ട് ബാധിക്കും. പക്ഷേ ഇവർക്കെതിരെയുള്ള വിമർശനങ്ങളും ആരോപണങ്ങളും കൂടുതൽ ശക്തിയായിട്ട് പറയുകയാണ് ചെയ്യുന്നത്, യാതൊരു പേടിയുമില്ലാതെ. അപ്പം വീണ്ടും ഇത് ശക്തമായിട്ട് ഇവരെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. ചിലർ ഇവരുടെ പേരെടുത്ത് പറയുന്നു, ചിലർ പേരെടുത്ത് പറയാതിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം വലിയ ആക്ഷേപകരവും അപമാനകരവുമാണ്. നഷ്ടപരിഹാരം കിട്ടുമെന്നും പറഞ്ഞാണ് അവർ കേസ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഇനി അത് ഇങ്ങനെ ഒരു കേസ് കൊടുത്തത് തന്നെ ഭയങ്കര തെറ്റാണ്. അത് ലീഗൽ സിസ്റ്റത്തെ ദുരുപയോഗം ചെയ്യുകയാണ് ഇവർ. ലീഗലി പാരനോയിഡ് ആണെന്നൊക്കെ പറഞ്ഞ് വിമർശകർ ചിലർ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. എങ്ങനെ വന്നാലും ഈ FBI ഡയറക്ടറുടെ കാമുകിയൊക്കെ ആയിരിക്കുക എന്ന് പറഞ്ഞത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. അതിൻ്റെ ഈയിടയ്ക്ക് ഈ FBI ശമ്പളം കിട്ടാതിരുന്നൊരു വ്യക്തി, അയാളാണെന്ന് തോന്നുന്നു, ഈ എല്ലാവരും ശമ്പളം കിട്ടാതിരിക്കുമ്പം കാഷ് പട്ടേൽ FBI വിമാനമെടുത്ത് നാഷ്വില്ലിൽ പോയിരിക്കുന്നു കാമുകിയെ കാണാനായിട്ട്. അപ്പോൾ അത് ആ വിമാനത്തിൻ്റെ ചാർട്ടൊക്കെ, വിമാനത്തിൻ്റെ പറക്കുന്ന ആ റൂട്ടെല്ലാം, അതിൻ്റെ സ്കെഡ്യൂളെല്ലാം പൊതു ആളുകൾക്ക് കാണാവുന്നതായിരുന്നു. അപ്പോൾ എന്തായാലും ഈ വിമർശനം ഉയർന്നതിന് ശേഷം ഈ സ്കെഡ്യൂളൊക്കെ പരസ്യപ്പെടുത്തുന്ന ആ വ്യക്തിയെ കാഷ് പട്ടേൽ നീക്കം ചെയ്യുകയും ചെയ്തു. ഈ രാഷ്ട്രീയ രംഗത്ത് നമുക്കറിയാം, ഇങ്ങനെയുള്ള വിവാദങ്ങളും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും എല്ലാം സാധാരണയായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഈ ഫാമിലി ലൈഫിനെ ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൊണ്ടുവരാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷേ ഇവിടെ ഇപ്പം ഫാമിലി ലൈഫ്, കാഷ് പട്ടേലിൻ്റെ ഫാമിലി ലൈഫാണെന്ന് പറഞ്ഞാലും അത് മൊസാദും ഇസ്രയേലും ഇങ്ങനെ ചാരപ്രവർത്തനവും ഇതെല്ലാമായിട്ട് ബന്ധപ്പെട്ടാണ് വിമർശകർ കാണുന്നത്. അപ്പോൾ വിമർശനത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെ. കാഷ് പട്ടേലിനെ പോലെ ഒരാൾ
പിന്നെ FBI തലപ്പത്തിരിക്കുന്നു. അത് പലർക്കും ഇഷ്ടപ്പെടുന്നില്ല. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ തന്നെയാണ് കാര്യങ്ങൾ. ഈ സൊഹ്റാൻ മാംദാനിക്കെതിരെ പോലും ഉള്ളൊരു വിമർശനത്തിൽ ഒരു പങ്ക് അത് അത്ര ഫലിച്ചിട്ടില്ല. കാരണം ന്യൂയോർക്ക് സിറ്റിയിലൊക്കെ ധാരാളം കൂടുതലായിട്ട് പിന്നെ കറുത്ത വർഗ്ഗക്കാരൊക്കെ ധാരാളമുണ്ട്. അതുകൊണ്ട് അവരുടെ അടുത്ത് പിന്നെ വംശീയവാദം അത്ര ഫലിച്ചു എന്ന് വരില്ല. എങ്കിൽ പോലും ഒരു ഇന്ത്യക്കാരൻ പിന്നെ രംഗത്ത് വരുന്നു എന്നുള്ളത് പലർക്കും ഇഷ്ടമില്ലാത്ത ഒരു കാര്യമായിരുന്നു. അദ്ദേഹത്തിനെതിരെയുള്ള വിമർശനത്തിനും ഒരു കാരണം അതായിരുന്നു. അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ്. പിന്നെ എന്തായാലും ഈ മൊസാദ് ബന്ധം, ഈ തേൻകുടം കേസ് എവിടെ പോകുമെന്നും എവിടം വരെ എത്തുമെന്നും നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഇപ്പോൾ ഇതിനിടയിലാണ് വേറൊരു കേസ്, ഒരു ഇന്ത്യക്കാരൻ കൊടുത്ത കേസാണ്. അദ്ദേഹം സിരിസോഫ്റ്റ് എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ പിന്നെ ജോലിക്കാരനാണ്. വല്ലഭനേനി, അദ്ദേഹത്തിൻ്റെ അമൃതേഷ് വല്ലഭനേനി എന്നാണ് പേര്. അപ്പോൾ അദ്ദേഹം കൊടുത്ത കേസ് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം H1 വിസയിൽ വന്നതാണ്. ആ H1 വിസ ആ കമ്പനി പിന്നെ ഇങ്ങനെ H1 വിസ ഫയൽ ചെയ്യുന്നതിനും മറ്റുള്ള പിന്നെ കാശ് മുഴുവൻ ഈടാക്കി. എന്ന് മാത്രമല്ല, ഇയാൾക്ക് ശമ്പളത്തിൻ്റെ 80% മാത്രമേ കൊടുക്കുന്നുള്ളൂ. പിന്നെ ഗ്രീൻ കാർഡ് കൊടുക്കാമെന്ന് പറഞ്ഞ്, ഗ്രീൻ കാർഡിന് ഫയൽ ചെയ്യാമെന്ന് പറഞ്ഞ് ഇയാളെ കൊണ്ട് പിന്നെ അമിതമായിട്ട് പണി ചെയ്യിക്കുക, പിന്നെ ശമ്പളം കൊടുക്കാതിരിക്കുക, പിന്നെ അല്ലെങ്കിൽ തന്നെ ചെറിയ ശമ്പളം കൊടുക്കുക. ആ ശമ്പളം കൊണ്ട് ജീവിക്കാൻ പറ്റുന്നില്ല, പിന്നെ വാടക കൊടുക്കാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് റദ്ദാക്കുക. തനിക്കെതിരെ പിന്നെ ശക്തമായ നടപടികൾ എടുക്കുന്നു പറഞ്ഞാണ് കേസ് കൊടുത്തിരിക്കുന്നത്. ഈ സിരിസോഫ്റ്റ് പിന്നെ അതിൻ്റെ പിന്നെ മേധാവി ഒരു പവൻ ടാറ്റ, അദ്ദേഹത്തിനെതിരെ ആണ് കേസ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും ആ കേസ് കൊടുത്തിരിക്കുന്നതിനേക്കാൾ ഇത്തരം കേസുകൾ നമ്മൾ പലപ്പോഴും മുമ്പും വന്നിട്ടുള്ളതാണ്. പക്ഷേ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ വാർത്ത ആദ്യം വരുന്നത് ബ്രെയ്റ്റ്ബാർട്ട് ന്യൂസ് എന്ന് പറയുന്ന ആ തീവ്ര വലതുപക്ഷ അവരുടെ പത്രത്തിലാണ് അത് വരുന്നത്. നമുക്കറിയാതെ ഈ തീവ്ര വലതുപക്ഷക്കാർ ഈ H1 വിസയും ഇന്ത്യക്കാരെയൊക്കെ ആക്രമിക്കുന്നതിന് പ്രധാന ഒരു മീഡിയമാണ് ഈ ബ്രെയ്റ്റ്ബാർട്ട് ന്യൂസ്. അത് സ്റ്റീവ് ബാനനൊക്കെ കൂടിയാണ് തുടങ്ങിയത്. അത് ഇപ്പോൾ അവിടെ ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അങ്ങനെ ആ വലതുപക്ഷ മീഡിയയിൽ പിന്നെ കൂടിയാണത് പിന്നെ പുറം ലോകം അറിയുന്നത്. അപ്പം ഇവർ H1 വിസയ്ക്കെല്ലാം പിന്നെ എതിരായിട്ടൊരു തെളിവായിട്ട് ഇതുകൂടെ കാണിക്കാൻ വേണ്ടി ഒരു തെളിവ് കൂടി അവർക്ക് കിട്ടിയിരിക്കുന്നു. പക്ഷേ അതിനിടയിൽ പിന്നെ സ്വാഗതാർഹമായ 1-2 കാര്യം സംഭവിക്കുകയുണ്ടായി. ഒന്ന്, പ്രസിഡന്റ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് H1 വിസയൊന്നും ഇല്ലാതെ പറ്റത്തില്ല. കാരണം ഈ വിവരമില്ലാത്തവരെ, കാര്യമായ അറിവും വിവരമൊന്നും ഇല്ലാത്ത ആളുകളെ പിടിച്ച് മിസൈൽ ഉണ്ടാക്കാൻ പറഞ്ഞാൽ അവരെങ്ങനെ മിസൈൽ ഉണ്ടാക്കും? അപ്പം നമുക്ക് ഈ വിദഗ്ധരെ കിട്ടിയേ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാലം വിദഗ്ധർ വേണ്ട, H1 വിസ വേണ്ട എന്ന് പറഞ്ഞ പ്രസിഡന്റ് ഒന്ന് മലക്കം പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ഈ സ്റ്റുഡൻറ്റ് വിസയുടെ കാര്യത്തിലും പ്രസിഡന്റ് ഒന്ന് തിരിഞ്ഞു പറഞ്ഞിരിക്കുന്നു. അതായത് പിന്നെ വിദേശ വിദ്യാർത്ഥികൾ വരണം, അവരെന്തേരം പണമാണ് ഇവിടെ ചെലവഴിക്കുന്നത്, ആ പണമില്ലെങ്കിൽ ഇവിടുത്തെ പല കോളേജുകളും പൂട്ടിപ്പോകും. പ്രത്യേകിച്ച് ഈ ബ്ലാക്ക് ഓൺഡ് ആയിട്ടുള്ള പിന്നെ കോളേജുകൾ, അവയെല്ലാം പൂട്ടിപ്പോകുന്ന അവസ്ഥ വരും. അപ്പം നമുക്ക് നമ്മുടെ രാജ്യത്തിന് കിട്ടുന്ന പൈസയാണ് അതില്ലാതാക്കുന്നത്, അതിൻ്റെ ആവശ്യമില്ല എന്നുള്ള രീതിയിൽ ആ മലക്കം മറിച്ചിൽ നടത്തിയിരിക്കുന്നു. അത് നല്ലൊരു കാര്യമാണ്, ഒരു സ്വാഗതാർഹമായ ഒരു കാര്യമാണ്. എന്തായാലും $1,00,000 ഈ H1 വിസയ്ക്ക് അപേക്ഷിക്കാനായിട്ട് $1,00,000 കൊടുക്കണമെന്നൊക്കെയുള്ള ആ ഉത്തരവ്, ഒരുപക്ഷെ അത് അത്രയും വേണ്ട, 1,00,000 വേണ്ട, ഒരു 10,000 മതി എന്നൊക്കെ വെട്ടിക്കുറച്ചാൽ ഏറ്റവും നല്ലത്, അത്രയും ആളുകൾക്ക് ഉപകാരപ്പെടും. പക്ഷേ ഇന്ത്യക്കാർ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ ഇപ്പം H1 വിസ ഇനിയും കൂടുതലായിട്ട് വരാം, അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് വിസ കൂടുതലായിട്ട് അനുവദിക്കാം. പക്ഷേ ഇതിൻ്റെയൊക്കെ അടിയിൽ കിടക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മളൊക്കെ ഇവിടെ വരുന്നത് എന്തിനാണ്? പ്രധാനമായിട്ട് ഇവിടെ ഇമിഗ്രൻ്റ് ആവുക, അതായത് ഗ്രീൻ കാർഡ് കിട്ടുക, ഇവിടുത്തുകാരനായി അമേരിക്കൻ പൗരനായി മാറുക. ഈ ലക്ഷ്യം വെച്ചാണ് ആളുകൾ മിക്കവാറും വരുന്നത്. പിന്നെ ഈ നല്ലൊരു പങ്ക് ആളുകൾ, പ്രത്യേകിച്ച് സ്റ്റുഡൻസൊക്കെ വരുന്നത്. പക്ഷേ ആ ലക്ഷ്യം ഇനിയുള്ള കാലങ്ങളിൽ അത്ര എളുപ്പമായിരിക്കുമോ എന്ന് ആലോചിക്കണം. അപ്പോൾ തിരിച്ചു പോകാനുള്ള സംവിധാനവും സൗകര്യവും ഒരുക്കിക്കൊണ്ടേ ഇങ്ങോട്ട് വരാവുള്ളൂ. കാരണം ഇവിടുന്ന് പോവുകയാണെങ്കിൽ നമ്മൾ അവിടെ ചെന്നിട്ട് അവിടുത്തെ എല്ലാം വിറ്റുപറിക്കാണ് പോകുന്നത്, അവിടെ ചെന്നിട്ട് ജീവിക്കാൻ പറ്റില്ലാത്തൊരവസ്ഥ വരാൻ പാടില്ല. അപ്പോൾ ആ കരുതൽ ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അമേരിക്കയിൽ പഠിക്കുക എന്നുള്ളതല്ല. അമേരിക്കയിൽ പഠിച്ചാൽ ഇവിടെ തുടരാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഇവിടെ അമേരിക്കയിൽ തന്നെ പഠിക്കണമെന്ന് നിർബന്ധിക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല. അമേരിക്കയിലെ പഠിക്കുന്നതൊക്കെ തന്നെയാണ് ഇന്ത്യയിലും ഒക്കെ പഠിക്കുന്നത്. പിന്നെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ കാണത്തുള്ളൂ. അപ്പം ആകപ്പാടെ ഉള്ളത് ഈ ഇക്കോസിസ്റ്റത്തിൽ ഇവിടെ പഠിക്കാൻ പറ്റും എന്നുള്ളതാണ് അമേരിക്കയുടെ മെച്ചം. പിന്നെ അത് ഇന്ത്യയിൽ കിട്ടത്തില്ല എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള ഇവിടെ വരുമ്പോൾ ഇവിടെ തുടരാനും, അല്ലെങ്കിൽ ഇവിടെ തുടർന്നില്ലെങ്കിൽ നാട്ടിൽ ചെന്ന് നമുക്ക് മതിയായ രീതിയിൽ ജീവിക്കാനുള്ളൊരു സംവിധാനത്തോടുകൂടി വേണം, ആ ഒരു കരുതലോടുകൂടി വേണം അമേരിക്കയിലേക്ക് വരാനായിട്ട്. H1 വിസ കിട്ടുന്നവരാണെങ്കിലും
ഇവിടെ വന്നിട്ട് തിരിച്ചു പോകേണ്ടി വരും എന്നുള്ളൊരു ചിന്തയിൽ വേണം വരാനായിട്ട്. അല്ല, ഞങ്ങൾക്കിവിടെ ഗ്രീൻ കാർഡ് കിട്ടി ഞങ്ങളിവിടെ തന്നെ തുടരും എന്നുള്ള ആ ഒരു പ്രതീക്ഷ, ആ പ്രതീക്ഷയുടെ ഒരു കാലം കഴിഞ്ഞതുപോലെയാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ചിലപ്പോൾ നാളെ അത് മാറിക്കൂടാഴികയില്ല. എന്തായാലും ഇതൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങൾ തന്നെ.